ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ലേശം ചെമ്മീനാണ് കേട്ടോ കിട്ടിയത് കറി വെക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞെങ്ങാനൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതാക്കണം അതിൻ്റെ തലയൊക്കെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ചുണങ്ങും ബാലൊക്കെ അങ്ങോട്ട് വലിച്ചെടുത്ത് ഒന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ വേക്കിൽ കത്തി കൊണ്ടൊന്ന് കീറിയിട്ട് അതൊന്നും ഇങ്ങോട്ട് എടുത്ത് ഒഴിവാക്കാം. ചില ചെമ്മീനുള്ളിൽ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ, ചിലതിങ്ങനെ കീറി ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ചെമ്മീനും ഒന്ന് ചെയ്തെടുത്ത് ഒന്ന് ക്ലീനാക്കി വരാം. അപ്പോൾ അതാക്കണ എല്ലാ ചെമ്മീനും ഒന്ന് മുറിച്ചെടുത്ത് ക്ലീനാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ചെമ്മീൻ പിന്നെ തൊലിയൊക്കെ പോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനകത്തൊന്നും കാണാനുണ്ടാവില്ലല്ലോ, തൊലിയാണല്ലോ കൂടുതലുണ്ടാകുക. ചെമ്മീൻ പിന്നെ അതിൻ്റെ പകുതിയേ ഉണ്ടാവും. അങ്ങനെ ചെമ്മീൻ ചട്ടിയിൽ കിട്ടുങ്ങാൻ ചൂട് പറ്റുമ്പോൾ ഒന്നും കൂടിയൊക്കെ കുറയും കേട്ടോ, ചുരുങ്ങി വരും. നല്ലോണം ഒന്ന് ആട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോഴേക്കും ഒന്നും കൂടിയും കുറഞ്ഞൊക്കെ വരും കേട്ടോ. അപ്പോൾ അതാക്കണ ചെമ്മീൻ ഞാൻ ചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെമ്മീൻ എന്ന് അറിയാനൊന്നുമില്ല, അത് ചെറിയ കൊഞ്ച് പോലത്തെ ചെറുതാണ്, വലുതൊന്നും അല്ലല്ലോ. അപ്പോൾ വലിയ ചെമ്മീനൊക്കെ കാണാൻ പിന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ടാണെങ്കിലും ഒന്നുകൂടി കാണാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് ഇതിന് കൊഞ്ചെന്നോ കൊഞ്ചനെന്നോ ഒക്കെ പറയും, ചെമ്മീനെന്നും പറയാം. അപ്പോൾ അതാക്കണം ഞാൻ ചെമ്മീൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഞാൻ ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യമൊക്കെ ആയി കിട്ടിയിരിക്കുന്നു. ഇനി ഇത് കോരി മാറ്റാം കേട്ടോ, ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റട്ടെ. ഇപ്പോൾ ഒക്കെ കോരി മാറ്റിയതിന് ശേഷം അതാക്കണം അപ്പോൾ ഒന്നുകൂടി കുറഞ്ഞത് കണ്ടില്ലേ. അപ്പോൾ ഇനി ഒരു ചട്ടി അടുപ്പത്തിച്ച് അതിലേക്ക് നമ്മൾ ഈ വെളിച്ചെണ്ണ എന്നാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, കൊഞ്ച് വറുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ. ഇത് റെഡിയാക്കാനുള്ള മസാല ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ടോ. വലിയ വെല്ലുള്ളിയൊന്നും അല്ല, 2 ചെറിയ വെല്ലുള്ളിയാണ്. ഒന്ന് ചെറുതാക്കി ഞാൻ എറിഞ്ഞിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് താളി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുത്താലൊന്ന് താളി കിട്ടുമല്ലോ, നല്ലോണം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഒന്ന് വാടി കിട്ടിയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 കായ് തക്കാളിയും 2 പച്ചമുളകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കിയത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് വാടി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതും ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ലേശം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1.5 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ലേശം വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ലേശം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ടീന് കേട്ടോ. കഷ്ണം എന്ന് പറയാൻ ചെറിയൊരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള വാളംപുളിൻ്റെ കഷ്ണം വെള്ളത്തിലിട്ട് നല്ലോണം പൊതിർത്തിയെടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ലേശം തളിച്ച വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലേശം ഒന്ന് ലൂസിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറിന് കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലേശം ഒരു ഗ്രേവി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തളിച്ച വെള്ളവും പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പം കുറച്ച് പോരാ, കുറവുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ചെമ്മീനും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മസാല ഒക്കെ ഒന്ന് ചെമ്മീനുമേ പിടിക്കട്ടെ. അപ്പോൾ ഇനി അടച്ച് തുറന്നിങ്ങനെയൊക്കെ ഒന്ന് ഇളക്കി നോക്കട്ടെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മസാല ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ തീയൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ലേശം കൂടി ചൂടാറിയിരിക്കുകയാണെങ്കിൽ നല്ലോണം ഒന്നും കിട്ടും, ഒന്നും കൂടിയും കുറുകി കിട്ടും. അപ്പോൾ അതാക്കണം അത്യാവശ്യമൊക്കെ ചൂടാറി കിട്ടിയിട്ടുണ്ട്.
നല്ലോണം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ ചെമ്മീൻ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ സൂപ്പറായില്ലേ. ചൂട് നല്ലോണം തണിഞ്ഞപ്പം നല്ല അടിപൊളി ചെമ്മീൻ മസാലക്കറി. അപ്പോൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കും വെള്ളപ്പത്തിനും പൂരിക്കും ചോറിനൊക്കെ. അപ്പോൾ ഞാൻ നെയ്ച്ചോറാട്ട വെച്ചത്. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.